Today we will discuss about the successive differential equation. Successive differentiation means the process of differentiation of the same function again and again is called successive differentiation. അതായത് ഒരു ഫംഗ്ഷനെ തന്നെ വീണ്ടും വീണ്ടും ഡെറിവേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെയാണ് സക്സസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു y എന്ന് പറയുന്നത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എഫ് ഡാഷ് ഓഫ് എക്സിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇതിനെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ തേർഡ് ഡെറിവേറ്റീവ്, അതായത് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. അതായത് ഇതെന്ന് പറയുന്നത് എഫിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് ആണ്. എഫിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടി എഫ് ഡബിൾ ഡാഷിനെ ഒന്നും കൂടെ ഡിഫറൻസിയേഷൻ ചെയ്യുക. ഇനി ഇതിൻ്റെ ഫോർത്ത് ഡെറിവേറ്റീവ് ആണ് കിട്ടേണ്ടതെങ്കിൽ എഫ് ട്രിപ്പിൾ ഡാഷിനെ ഒന്നും കൂടെ ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പോൾ ഫോർത്ത് ഡെറിവേറ്റീവ് കിട്ടും. അങ്ങനെ nth ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടി n-1th ഡെറിവേറ്റീവിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻസിയേഷൻ ചെയ്താൽ അതിൻ്റെ nth ഡെറിവേറ്റീവ് കിട്ടും. ഇങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്തു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സക്സസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സക്സസീവ്ലി ഇഫ് പോസിബിൾ ഈസ് കോൾഡ് സക്സസീവ് ഡിഫറൻസിയേഷൻ. അല്ലെങ്കിൽ എന്ത് പറയുക? ദ പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ദ സെയിം ഫംഗ്ഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കോൾഡ് സക്സസീവ് ഡിഫറൻസിയേഷൻ. അതിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ എഫ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യും, സെക്കൻഡ് ഡെറിവേറ്റീവിനെ എഫ് ഡബിൾ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യും, തേർഡ് ആണെങ്കിൽ എഫ് ട്രിപ്പിൾ ഡാഷ്, അങ്ങനെ nth ഡെറിവേറ്റീവിനെ ആണെങ്കിൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെ തന്നെ വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വേറെ നൊട്ടേഷൻസ് ആണ്. എഫ് ഡാഷിൻ്റെ നൊട്ടേഷനാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. അതുപോലെ എഫ് ഡാഷിനെ നമുക്ക് y1 എന്ന് ഡിനോട്ട് ചെയ്യാം, അതുപോലെ ഡി വൈ ക്യാപിറ്റൽ ഡി വൈ എന്നുള്ള രൂപത്തിലും ഡിനോട്ട് ചെയ്യാം. അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷിനെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നും അല്ലെങ്കിൽ y2 എന്നും ഡി സ്ക്വയർ വൈ എന്നും ഡിനോട്ട് ചെയ്യാം. അങ്ങനെ nth ഡെറിവേറ്റീവ് എഫ് എന്നിനെ ഡി എൻ വൈ ബൈ ഡി എക്സ് റൈസ് ടു എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ y എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡി എൻ വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഡിഫറൻസിയേഷൻ്റെ നൊട്ടേഷൻസ് ഉള്ളത്. പിന്നെ അതുപോലെ nth ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞ nth ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡി എൻ വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ y എന്ന് ഡിനോട്ട് ചെയ്യാം, ഡി എൻ വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി എക്സിൽ, അതായത് ഒരു പോയിന്റിലാണ് ഈ ഡിഫറൻസിയേഷൻ കാണേണ്ടതെന്ന് വിചാരിക്കുക. അതായത് എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ എക്സ് എ ആണെങ്കിൽ ഇതിൻ്റെ ആ എ എന്ന് പറയുന്ന പോയിന്റിലെ ഡിഫറൻസിയേഷൻ കാണാൻ വേണ്ടിയിട്ട്, അതായത് വാല്യൂ ഓഫ് ദി nth ഡെറിവേറ്റീവ് അറ്റ് എ, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ് എൻ ഓഫ് എ, അതായത് എക്സിന് പകരം എ കൊടുക്കുന്നു. അതുപോലെ വാല്യൂ ഓഫ് nth ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നതിന് വേറെ രീതി ഡിനോട്ട് ചെയ്യുന്നതാണ് ഡി എൻ വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ അറ്റ് എക്സ് ഈക്വൽ ടു എ, അല്ലെങ്കിൽ വൈ എൻ ഓഫ് എ. അതായത് എക്സിന് പകരം അതെന്ത് ചെയ്യുക? എ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് x into root 1 plus y into root 1 plus x equal to 0, prove that d square y by dx square minus 2 by 1 plus x all cube equal to 0. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 1 പ്ലസ് എക്സ് ഓൾ ക്യൂബ് ഈക്വൽ ടു 0 എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഡി വൈ ബൈ ഡി എക്സ് കിട്ടണം. ഡി വൈ ബൈ ഡി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വൈ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടേം കിട്ടും. അപ്പോൾ ആ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് തന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് തന്നിട്ടുള്ളത്. അതവിടെ എടുത്ത് എഴുതുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ഈ വൈ ടേംസ് ഒക്കെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് എന്ന് കിട്ടുന്നു. ദെൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് പോകാൻ വേണ്ടി രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് ഇംപ്ലൈൻസ് രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, അതുപോലെ റൂട്ട് ഓഫ് 1 പ്ലസ് വൈൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 പ്ലസ് വൈ എന്ന് കിട്ടുന്നു. അതുപോലെ മൈനസ് വൈൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിൻ്റെ സ്ക്വയർ 1 പ്ലസ് എക്സ് എന്ന് കിട്ടുന്നു. ദെൻ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് എക്സ് സ്ക്വയർ
പ്ലസ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് എന്ന് കിട്ടുന്നു. ദെൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഈ വൈ സ്ക്വയറിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ എക്സ് ഈ മൈനസ് എക്സ് സ്ക്വയർ വൈ എന്ന് വരുന്നു. ദെൻ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ മാറ്റി എഴുതുന്നു. അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന രൂപത്തിൽ മാറ്റി എഴുതുന്നു. അതുപോലെ ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞ കോമൺ ആണ്, രണ്ട് ടേമിനുണ്ട്. അതുകൊണ്ട് എക്സ് വൈനെ ഔട്ട് സൈഡിൽ എടുക്കുന്നു. അതായത് എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് വരുന്നു. ഇവിടുത്തെ വൈ മൈനസ് എക്സ് ഇവിടുത്തെ വൈ മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് വൈ എന്ന് കിട്ടുന്നു. നമുക്ക് വേണ്ടത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ മാറ്റി ചെയ്യുന്നത്. അതായത് വൈ ഈക്വൽ ടു എന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ഡി വൈ ബൈ ഡി എക്സും അതുപോലെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഒക്കെ കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇതിൽ വൈനെ കണ്ടുപിടിക്കുന്നു. അതായത് ഇത് നമുക്ക് മാറ്റി എഴുതിയാൽ എക്സ് പ്ലസ് വൈ ഈ മൈനസ് എക്സ് വൈനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് വരുന്നു. ഇംപ്ലൈൻസ് എക്സ് പ്ലസ് ഇവിടെ ഈ രണ്ട് ടേമിലും വൈ കോമൺ ആണ്. അപ്പോൾ വൈനെ ഔട്ട് സൈഡ് എടുക്കുന്നു. വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വൈയിലെ ടേം മാത്രം ഒരു ഭാഗത്ത് വെക്കുന്നു. അതായത് വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് വരുന്നു. ദെർഫോർ വൈ ഈക്വൽ ടു എന്ത് എഴുതാം, മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് എന്ന് വരുന്നു. അപ്പോൾ വൈ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കാണേണ്ടത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് കാണണം. അപ്പോൾ എന്ത് ചെയ്യണം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാൻ വേണ്ടി ആദ്യം വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടുന്നു. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പം വൈൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരുന്നു. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതായത് ഇത് ഏത് ഫോമിലാണ് ഉള്ളത്, പി ബൈ ക്യൂ. അതായത് പി ബൈ ക്യൂ എന്ന് പറഞ്ഞ ഫോമിലാണ്. അതായത് കോഷ്യൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കോഷ്യൻ റൂൾ നമുക്കറിയാം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ആണ്, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്. അപ്പം ഡിനോമിനേറ്റർ അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു -1 മൈനസ് ഓഫ് ന്യൂമറേറ്റർ അതായത് മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ അതായത് 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1 മൈനസ് എക്സ് ഇവിടെ മൈനസ് മൈനസ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ദെൻ മൈനസ് എക്സ് ആൻഡ് പ്ലസ് എക്സ് ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് -1 ബൈ 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം 1 ബൈ എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു മൈനസ് എൻ അല്ല, അതായത് ഡിനോമിനേറ്റർ നേരെ മുകളിലേക്ക് പോകുമ്പം മൈനസ് വരുന്നു. അപ്പം ഇവിടുത്തെ ഈ മൈനസും 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു -2 എന്ന് എഴുതാം. ദെൻ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്താൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ അഗൈൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇംപ്ലൈൻസ് ഡി വൈ ബൈ ഡി എക്സ് എന്താവുന്നു, ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടുന്നു. ദെൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇതൊന്നിക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇതിനെ കോഷ്യൻ റൂൾ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ മാറ്റി എഴുതിയാൽ നമുക്ക് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ ഫോമിലെ എക്സ് റേസ് ടു എന്നിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 n ആണ്, n മൈനസ് 1 ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, കോഷ്യൻ റൂളും അപ്ലൈ ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ മാറ്റി എഴുതിയുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് റേസ് ടു എന്നിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡിഫറൻസിയേഷൻ കിട്ടി, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ദെൻ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ഇവിടെ -1 കോൺസ്റ്റന്റ് ആണ്, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ ഫോമിലെ അപ്പോൾ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 അതായത് -2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 പ്ലസ് എക്സ് ആണ്, -2 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു n മൈനസ് 1 അതായത് -2 -1. അപ്പോൾ എന്ത് വരുന്നു, ഓൾറെഡി ഉള്ള ഈ മൈനസും ഈ -2 പിന്നെ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു -3 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരുന്നു, -1ഉം -2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു -3 എന്ന് വരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റി ചെയ്താൽ 2 ബൈ 1 പ്ലസ് എക്സ് ഓൾ ക്യൂബ് അതായത് മൈനസിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1 പ്ലസ് എക്സ് ഓൾ ക്യൂബ് എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഈക്വൽ ടു 2 ബൈ 1 പ്ലസ് എക്സ് ഓൾ ക്യൂബ് എന്ന് വരുന്നു. ദെൻ ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്ത് വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ -2 ബൈ 1 പ്ലസ് എക്സ് ഓൾ ക്യൂബ് ഈക്വൽ ടു 0. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ട് പ്രൂവ് ചെയ്തു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് y ഈക്വൽ ടു സൈൻ ഓഫ് സൈൻ എക്സ് പ്രൂവ് ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് y തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ്
ടാൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ടേം വേണം? ഡി വൈ ബൈ ഡി എക്സ് വേണം, അതുപോലെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വേണം. അപ്പോൾ വൈ നമുക്ക് നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. വീണ്ടും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. അപ്പം ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയതും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടിയതും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ സീറോ കിട്ടുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം വൈ ഈക്വൽ ടു ഗിവൺ തന്നിട്ടുണ്ട് സൈൻ ഓഫ് സൈൻ എക്സ്, അത് നമ്മൾ എടുത്ത് എഴുതുന്നു. വൈ ഈക്വൽ ടു സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് കിട്ടി. ദെൻ നമുക്ക് കാണേണ്ടത് നമ്മൾ പറഞ്ഞു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പം ഡി വൈ ബൈ ഡി എക്സ് കാണുന്നു, അതായത് ഇതിന് എന്ത് ചെയ്യുന്നു? വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സൈൻ ഓഫ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇതൊരു എക്സ് ആണെങ്കിൽ നമുക്ക് സൈൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ആണ്. പിന്നെ എന്ത് ചെയ്യുന്നു? ഈ സൈൻ എക്സിൻ്റെ കൂടെ ഡിഫറൻസിയേഷൻ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊരു എക്സ് എന്നുള്ള ഫോമിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പം സൈൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? കോസ് എക്സ് അല്ലേ. അപ്പം കോസ് ഓഫ് എക്സ് എന്ന സ്ഥാനത്ത് ഇവിടെ സൈൻ എക്സ് ഇൻറ്റു എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ ഡിഫറൻസിയേഷനും കൂടെ, അതായത് സൈൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? കോസ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടി. ഇനി ഇതിനെ ചേർത്തിട്ട് കോസ് സ്ക്വയർ എന്നൊന്നും എഴുതാൻ പാടില്ല. ഇത് കോസ് ഓഫ് സൈൻ എക്സ് ആണ്, ഇവിടെ കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് സ്ക്വയർ എന്നുള്ള ഫോമിലൊന്നും എഴുതാൻ പാടില്ല, ഇതുപോലെ തന്നെ എഴുതണം. കോസ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരുന്നു. ദെൻ നമുക്ക് കാണേണ്ടത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യുന്നു. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? കോസ് ഓഫ് സൈൻ എക്സ് ഒരു ഫംഗ്ഷനാണ്, കോസ് എക്സ് വേറൊരു ഫംഗ്ഷനാണ്. അതായത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ്. ഇപ്പം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഞാനിവിടെ കോസ് ഓഫ് സൈൻ എക്സ് എടുത്തു, അതുപോലെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് കോസ് എക്സ് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു, അതായത് കോസ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതായത് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് നമുക്കറിയാം മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് വരും ഇൻറ്റു ഈ സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് വരുന്നു. അപ്പം ഇവിടെ മാറ്റി എഴുതുകയാണെങ്കിൽ ഇതിനെ മൈനസ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ്. ഇവിടെ നമുക്കറിയാം കോസ് എക്സും കോസ് എക്സും ഉണ്ട്, അതെന്താവും? കോസ് സ്ക്വയർ എക്സ് ആവും. പിന്നെ ഇവിടുത്തെ ഈ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നു. നമുക്കറിയാം, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സൈൻ ഓഫ് സൈൻ എക്സിന് പകരം വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് കോസ് ഓഫ് സൈൻ എക്സ് മൈനസ് വൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരുന്നു. ദെൻ നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? ഇത് ഈക്വൽ ടു സീറോ ആണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം എടുക്കുന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം therefore ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്കിപ്പം കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് മൈനസ് വൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിന് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതായത് കോസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നു. ദെൻ ഈ ടേം അതേപോലെ തന്നെ എഴുതി മൈനസ് സൈൻ എക്സ് കോസ് ഓഫ് സൈൻ എക്സ് മൈനസ് വൈ കോസ് സ്ക്വയർ എക്സ്. ദെൻ നമുക്ക് പ്ലസ് ഇവിടെ ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സ് നമ്മൾ മാറ്റി എഴുതി സൈൻ എക്സ് ബൈ കോസ് എക്സ്, ബാക്കിയുള്ള ടേം കോസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് പ്ലസ് വൈ സ്ക്വയർ എക്സ് എന്ന് വരുന്നു. ഇവിടെ കോസ് എക്സും ക്യാൻസൽ ചെയ്തു. അപ്പം ബാക്കി നമുക്ക് എന്ത് വരുന്നു? ഇവിടുത്തെ മൈനസ് വൈ കോസ് സ്ക്വയർ എക്സും അതുപോലെ പ്ലസ് വൈ കോസ് സ്ക്വയർ എക്സും കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഉള്ളത് ബാക്കിയുള്ളത് മൈനസ് സൈൻ എക്സ് കോസ് ഓഫ് സൈൻ എക്സും അതുപോലെ ഇവിടെ പ്ലസ് സൈൻ എക്സ് കോസ് ഓഫ് സൈൻ എക്സും ആണ് ഉള്ളത്. അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ ഈക്വൽ ടു സീറോ എന്ന് വരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ കാണാം, കുറച്ച് സ്പീഡിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം, എന്നിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക്